മഹാദേവന്റെ ഭക്തർ സംഗമിക്കുന്ന പുണ്യനാളുകളാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ദിനങ്ങൾ. ഒരുപാട് വിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ കൊണ്ട് സമ്പന്നമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് ഭക്തരാണ് വരുന്നത്. കൊട്ടിയൂർ മഹോത്സവ നാളുകളിൽ മകം കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കുന്ന ഒരു പേരുണ്ട്, നങ്ങ്യാരമ്മ. മകം കഴിഞ്ഞ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഇടത്തിൽ മഹാദേവനെ കാണാനും മഹാദേവനെ പൂജിക്കാനും ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് നങ്ങ്യാരമ്മ. നമ്പ്യാർ സ്ത്രീകളെയാണ് നങ്ങ്യാരമ്മ എന്ന് വിളിക്കുന്നത്. നങ്ങ്യാരമ്മ ആയതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഒറ്റപ്പാലം സ്വദേശിയായ രമാദേവി. 5 കൊല്ലമായി ഞാനിവിടെയുണ്ട്. മറ്റ് സ്ത്രീകൾ പ്രവേശിക്കാത്ത സമയത്ത് മഹാദേവനെ കാണാനും പൂജിക്കാനും സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ്. കുടുംബ പാരമ്പര്യമായി തന്നെ അമ്മയും അമ്മൂമ്മയും ഒക്കെ നങ്ങ്യാരമ്മയായി ഇവിടെ എത്താറുണ്ട്. അങ്ങനെ കിട്ടിയ ഭാഗ്യമാണിത്. കൂത്തിന് അരങ്ങത്തിരുന്ന ശ്ലോകം ചൊല്ലും. ഓരോ കഥകൾക്കനുസരിച്ചാണ് ശ്ലോകം ചൊല്ലുന്നത്. മകം കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. പുറത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാനാവില്ല. പൊതുവെ ശാന്തമായ അന്തരീക്ഷമായിരിക്കും. കൊറോണയുടെ സമയത്താണ് ആദ്യമായി ഞാനിവിടേക്ക് വരുന്നത്. അമ്മയ്ക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് കൂത്തുമുടങ്ങാൻ പാടില്ല എന്നുള്ളതിനാൽ വന്നതാണ്. കുടുംബത്തെ വിട്ടിട്ട് 1 മാസക്കാലം വന്നു നിൽക്കണം. അക്കാലത്ത് അതിന് കഴിഞ്ഞിരുന്നില്ല. നങ്ങ്യാരമ്മമാർ വന്ന് ഒരു ദിവസത്തെ കൂത്ത് കഴിക്കണം എന്ന ചട്ടമുണ്ട്. പ്രായപൂർത്തിയാകുന്ന എല്ലാ സ്ത്രീകളും നങ്ങ്യാർ കൂത്ത് പഠിക്കണമെന്നാണ് വിശ്വാസമെന്നും രമാദേവി പറഞ്ഞു. മഹാദേവന് മഹാദേവിയോടുള്ള പ്രണയത്തിന്റെ ഉജ്ജ്വല പ്രതീകം കൂടിയാണ് കൊട്ടിയൂർ. ദക്ഷയാഗവേദിയിൽ അപമാനിതയായ സതീദേവി പ്രാണാഹൂതി നടത്തിയ ഇടം അമ്മാറക്കല്ല്, അമ്മ മാഞ്ഞ തറ, മഹാദേവി സ്ഥാനവും അതോടൊപ്പം ശക്തിപീഠവുമാണ്. അക്കരെ കൊട്ടിയൂരിലെ ശിവേലിയിൽ മഹാദേവി മുമ്പിലും മഹാദേവൻ പിന്നിലുമായാണ് എഴുന്നള്ളുക എന്നത് ചിന്തനീയമാണ്. ഇത് ശക്തിക കർമ്മങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നു. മഹാദേവിക്കുണ്ടായ അപമാനത്തിൽ മഹാദേവൻ ഇവിടെ ക്രോധാകുലനാവുകയാണ്. മഹാദേവന്റെ ക്രോധം പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ഭയപ്പാടിലാക്കി. തന്റെ തിരുജടയിൽ നിന്ന് മുടി പിഴുതെടുത്ത് നിലത്തടിച്ചപ്പോൾ ഉത്ഭവിച്ച വീരഭദ്രൻ ശിവഭൂതഗണങ്ങളോടൊപ്പം യാഗഭൂമിയിൽ സർവനാശം വിധിച്ചു. ഒടുവിൽ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ മഹാവിഷ്ണു തന്റെ ഗാഠമായ ആലിംഗനത്താൽ ഭഗവാനെ ശാന്തനാക്കുന്നു. ഈ സമയം ഹരിഗോവിന്ദ ജപത്താൽ ദേവകൾ ഭഗവത് സ്തുതിച്ചു. ഇന്നും ഈ തിരുസന്നിധിയിൽ ഹരിഗോവിന്ദ സ്തുതികൾ മുഴങ്ങിക്കേൾക്കാം. ഇപ്രകാരം ത്രിമൂർത്തികളും കൂടിയ ഊര്, അതാണ് കൊട്ടിയൂർ എന്ന് പ്രസിദ്ധമായത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും കൂടി ചേർന്ന ചൈതന്യഭൂമിയാണ് കൊട്ടിയൂർ. ഒരേ സമയം തന്നെ ശൈവവും വൈഷ്ണവും ശക്തേയവുമായ ഒരുപിടി കർമ്മങ്ങളുടെ രംഗവേദിയാണ് കൊട്ടിയൂർ. സ്ഥിരമായ എടുപ്പുകളൊന്നും തന്നെ ഇല്ലാത്ത, എന്നാൽ ഉത്സവ സമയത്ത് മാത്രം ഓലയിലും മുളയിലും തീർക്കുന്ന താൽക്കാലിക പർണശാലകൾ അഥവാ കയ്യാലകളാണ് അക്കരെ കൊട്ടിയൂരുള്ളത്. ഞെട്ടിപ്പനയോലയും മുളന്തണ്ടുകളും കൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക ശ്രീകോവിലായ മണിത്തറയിലാണ് സ്വയംഭൂവായി ഭഗവാൻ കുടികൊള്ളുന്നത്. അമ്മാറക്കലിൽ മേൽക്കൂരയ്ക്ക് പകരം വലിയ ഒരു ഓലക്കുടയാണുള്ളത്. നിരവധി വിഭാഗങ്ങൾക്കായി 28 കയ്യാലകൾ കൊട്ടിയൂരിലുണ്ട്. കൊട്ടിയൂരിലെ വേലി മനുഷ്യനേത്രങ്ങൾക്ക് പൗരാണികതയുടെ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ്. അക്കരെ കൊട്ടിയൂരിലെ ഇളനീരുകൾക്ക് കാവലായി മുത്തപ്പന്റെ സാന്നിധ്യമുണ്ട് എന്നതും പ്രാധാന്യം അർഹിക്കുന്നു. എന്തായാലും ഇവിടെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയെക്കുറിച്ചാണ് പറഞ്ഞു. നങ്ങ്യാരമ്മ മകത്തിന് ശേഷവും നങ്ങ്യാരമ്മയ്ക്ക് മഹാദേവന്റെ പൂജ നടത്താനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അവിടെ മഹാദേവൻ ഒരു സ്ത്രീക്ക് അപമാനമുണ്ടായപ്പോൾ, സ്വന്തം ഭാര്യയായ സ്ത്രീക്ക് അപമാനമുണ്ടായപ്പോഴാണ് ക്രോധാകുലനായത്. കൊട്ടിയൂരിലെ വൈശാഖോത്സവവും കൊട്ടിയൂരുമൊക്കെ സ്ത്രീക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത ഇടമാണ് എന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവാണ് ആവശ്യം? യാഗം എന്നതൊരു മഹാകർമ്മമാണ്. മനുഷ്യായുസിന്റെ ഏതെങ്കിലും ഒരു ധന്യ നിമിഷത്തിൽ മാത്രമാണ് ഒരു യാഗകർമ്മത്തിൽ ഭാഗമാകാൻ സാധിക്കും. ദോഷങ്ങളേറെ നിറഞ്ഞ കലിയുഗത്തിൽ ഒരു യാഗകർമ്മം ദർശിക്കുക എന്നത് ചിന്തിക്കാനേ സാധ്യമല്ല. ദ്രവ്യശുദ്ധി, കർമ്മശുദ്ധി, മന്ത്രശുദ്ധി, അന്തരീക്ഷശുദ്ധി, ഈ ശുദ്ധികൾ അതിൻ്റെ പാരമ്യതയിൽ എത്തിയാലേ യാഗകർമ്മം പൂർണ്ണമാകുള്ളൂ. എന്നാൽ കലിയുഗത്തിൽ നമ്മുടെ ഭാഗ്യമാണ് ഈ കൊട്ടിയൂരിലെ ഈ യാഗോത്സവം, വൈശാഖോത്സവം. നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ 1 മാസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിന്റെ രൂപത്തിൽ ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ യജ്ഞത്തിനാവശ്യമായ മനുഷ്യവിഭവങ്ങൾ ഉൾപ്പെടെ മുഴുവൻ വിഭവങ്ങളും അതത് സമുദായങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഉത്തര മലബാറിലെ മിക്കവാറും എല്ലാ സമുദായങ്ങളും ഈ ഉത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.